വെൽക്കം ടു ബാർസലോണ. ഗൗഡിയുടെയും സാൽവഡോർ ഡാലിയുടെയും പിക്കാസോന്റെയും ഒക്കെ നാട്ടിലേക്ക്. അപ്പൊ എങ്ങനെയാ, ഒരു 3-4 ദിവസത്തേക്ക് ബാർസലോണയിൽ നമ്മുടെ കൂടെ കൂടുമല്ലേ? അപ്പൊ ഈ സമയം കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മൾ എങ്ങോട്ടേക്കാ പോകുന്നതെന്ന്. നമ്മൾ ബാർസലോണ പോവാണ്. എല്ലാ പ്രാവശ്യത്തെ പോലെ കുറെ കൂടിയ ലെവലിൽ ഞാനാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അപ്പൊ എന്താക്കി, കുറച്ച് പൈസ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെയുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു, അതായത് രാവിലെ 6 മണിക്ക്. അപ്പൊ ഞാൻ ആലോചിക്കുന്നില്ല, നമ്മുടെ അവിടെ നിന്നുള്ള ഫസ്റ്റ് ട്രെയിൻ രാവിലെ 5:21 6 മണിക്കല്ല, 6:40 ഫ്ലൈറ്റ്. അപ്പൊ കറക്റ്റ് എത്തും. പക്ഷേ ഞാനായിരുന്നെങ്കിൽ അതിന് നന്നേനെ. പക്ഷെ അതിൽ നിന്ന് ഇങ്ങനെ ഒരു സ്ഥലത്ത് പോകണേ നേരത്തെ പോകണം. അപ്പൊ അതിനത് സ്ട്രെസ് താങ്ങാൻ പറ്റിയിട്ട് നമ്മൾ ഊബർ എടുത്ത് തോന്നും. അപ്പൊ എന്തായി, ഞാൻ ആ പൈസ സേവ് ചെയ്ത പൈസ, അല്ല ഫ്ലൈറ്റിന് സേവ് ചെയ്ത പൈസ ഇപ്പൊ നമ്മൾ അങ്ങ് ഊബറിന് കൊടുത്തു. അപ്പൊ ഇവിടെ ഇനിയിപ്പം ഒരു കോഫിയൊക്കെ കുടിച്ച് നമ്മൾ സീലാണ്. C9 6 മിനിറ്റ് ആണ്. പക്ഷെ നമ്മളെന്തായി 6:40 ഫ്ലൈറ്റ്. നമ്മളിവിടെ 5 മണിക്കേ എത്തി. 3:30 എണീച്ച കേസ്, 3:30. അതിൽ നിന്ന് പിന്നെ അതിലൊരു ഏർലി ബേർഡാണ്. അതിൽ രാവിലെ എണീക്കുന്നത് ഒരു പ്രശ്നമേ അല്ല. അതിൽ 3 മണിക്ക് എണീക്കുന്ന 3 മണിക്ക് എണീക്കുന്നോ അങ്ങനെയാണ്. പക്ഷെ എനിക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീക്കുന്നതിന് അത്രയും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം എൻ്റെ ജീവിതത്തിലില്ല. എന്നെ എണീപ്പിച്ച് 3:30. പിന്നെ എന്നിട്ടിപ്പോൾ ഇനിയിപ്പോൾ 1.5 മണിക്കൂർ ഇവിടെ അട്ടം നോക്കിയിരിക്കണം. പണ്ടൊക്കെ എന്തൊക്കെയായിരുന്നു അല്ലേ. ഇപ്പം ചിക്കൻ കഴിക്കുന്നതൊക്കെ, ചിക്കൻ പുഴുങ്ങി ഉപ്പ് ഇട്ടത് ഒരു ബ്രെഡും വെച്ച് നമ്മൾ കഴിക്കാം. ഇത് അവിടെ എത്തുമ്പോൾ വിശന്നു പോയല്ലോ എന്ന് വെച്ചിട്ടോ ഇപ്പോഴേ കഴിക്കുന്നത്. എനിക്ക് വിശന്നിട്ടല്ല, അവിടെ എത്തുമ്പോൾ 9 മണിയാവും. പിന്നെ എവിടെ പോയാലും അതിൻ്റെ സ്റ്റേപ്പിൾ. നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ആണത്. സാധനമൊക്കെ കയറ്റുന്നുണ്ട്. ലേറ്റ് ആവാതെ കറക്റ്റ് സമയത്തിന് കുഴപ്പമൊന്നും ഇല്ലാതെ അവിടെ എത്തിയാൽ മതിയായിരുന്നു. ഏതാനും നിമിഷത്തിൽ നമ്മൾ തീർക്കും. ഇവിടെ റെസിഡൻസ് പെർമിറ്റും വേണ്ട, പാസ്പോർട്ടും വേണ്ട, ബാഗ് ചെക്കിങ്ങും ഇല്ല. നേരെ അങ്ങോട്ട് കയറി പോവുക. നമ്മളങ്ങ് ആംസ്റ്റർഡാമിന്ന് മഴയും കൊണ്ട് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. എന്തിനാ കഷ്ടപ്പെട്ട് നീ ഷോട്ടൊക്കെ എടുക്കുന്നത്? നീ ഡിലീറ്റ് ചെയ്യും, എനിക്ക് ഉറപ്പാ. നമ്മൾ ബാഗൊക്കെ അങ്ങനെ വെച്ചു. നമ്മൾ ബാർസലോണ കാണാൻ വേണ്ടി പോവാണ്. ഇന്നത്തെ ദിവസം മാത്രമേ മഴയുള്ളൂ. നാളെ മുതൽ അടിപൊളി ബാർസലോണ കാണാം. ഇന്ന് നമുക്ക് കുറച്ച് മഴയത്തുള്ള ബാർസലോണ കാണാം. നമ്മളിപ്പോ നിൽക്കുന്നത് പ്ലാസ ഡെ കാറ്റലൂണിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെയിൻ സെന്ററിലാണ്. അപ്പൊ ഇവിടുന്ന് തുടങ്ങാണ് നമ്മുടെ ലാ റാംബ്ല. ഇവിടുന്ന് ഒരു 1.2 കിലോമീറ്റേഴ്സ് ഉണ്ട്. ആൻഡ് ഇത് ഒരു സ്ട്രീറ്റ് നമ്മുടെ ഈ ബാർസലോണയുടെ ഏരിയനെ 2 ആയിട്ടാട്ടോ വിഭജിക്കുന്നത്. ഒന്ന് നമ്മുടെ ഗോത്തിക് ഏരിയ, ഗോത്തിക് ക്വാർട്ടേഴ്സ്, ആ ഒരു ഏരിയയിലേക്കും മറ്റൊരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ റാവൽ എന്ന് പറഞ്ഞ ഏരിയ. അപ്പൊ നമുക്ക് ആ സ്ട്രീറ്റിൽ കൂടെ അങ്ങോട്ട് നടന്നാലോ?
ഒരു സീനിക് ബൊളിവാർഡ് പ്രതീക്ഷിച്ച ബൊളിവാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വശത്തും മരമായിട്ടുള്ള ഒരു നടപ്പാത. അത് പ്രതീക്ഷിച്ച് വന്ന് നമ്മൾ കാണുന്നത് എന്താണെന്ന് നിങ്ങൾ കണ്ട സുഹൃത്തുക്കളെ, ഫുൾ പണി നടക്കുന്ന ലാ റാംബ്ല. സാരല്ല, അവർക്ക് പണിയൊക്കെ ചെയ്താലല്ലേ ഇതൊക്കെ വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് പിന്നെയൊക്കെ വന്ന് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. പക്ഷേ നല്ല വിഷമമുണ്ട്. ഞാൻ കണ്ട വീഡിയോസിലൊന്നും ഈ സ്ട്രീറ്റ് ഇങ്ങനെ ആയിരുന്നില്ല. ഈ സ്ട്രീറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ലൈവ്ലി സ്ട്രീറ്റ് ഒക്കെ ആവണം കേട്ടോ. ഇന്ന് മഴയായതുകൊണ്ടാണ് കുറച്ചിങ്ങനെ ഡെഡായി കിടക്കുന്നത്. സാധാരണ ഇവിടെ കുറെ കോൺ ആർട്ടിസ്റ്റുകളൊക്കെ വന്ന് നിന്ന് പെർഫോം ചെയ്യുന്ന സ്ഥലമാണ്. ആൻഡ് മാത്രമല്ല, ഈ സ്ട്രീറ്റിലാണ് ബാർസലോണയിൽ ഏറ്റവും കൂടുതൽ പിക്ക് പോക്കറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം ഇതിൽ നടക്കാൻ. വീഡിയോ എടുക്കുമ്പോഴും നമ്മൾ നന്നായി ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ കിടക്കുകയാണ് ഒരു 1.5 കിലോമീറ്റർ. ആംസ്റ്റർഡാമിലെ മഴയൊക്കെ ഒരു മഴയാണോ? ബാർസലോണയിലെ മഴയല്ലേ മഴ. ക്രൗഫിനെ കണ്ടോ? ബാർസലോണയിലെ ഓരോ ഏരിയയിലെ ഓരോ ഫേമസ് മാർക്കറ്റ്സ് ഉണ്ട്. അപ്പൊ ഇവിടെ ലാ റാംബ്ലയിലെ ആ റീജിയനിലുള്ള വൺ ഓഫ് ദ ഫേമസ് മാർക്കറ്റ് ആട്ടോ ഈ ലാ ബൊക്കറിയ. ഇവിടെ ഫുഡ്, പച്ചമീന്, ഇറച്ചി, കുക്ക്ഡ് ഫുഡ്, ഒക്ടോപ്പസ്, പച്ചക്കറി, അവക്കാടോ, ഇത്രയും വലിപ്പമുള്ള ഫ്രൂട്ട്സ്, നമ്മൾ കണ്ടിട്ടില്ലാത്ത ഫ്രൂട്ട്സ് എല്ലാം കിട്ടും. അപ്പൊ നമുക്ക് ഇതിനകത്തോട്ടൊന്ന് പോയിട്ട് വരാമേ. ബയോ. എന്താ പറയണ്ടേ, എങ്ങനെയാ പറയണ്ടെന്നൊന്നും അറിയില്ല. നമ്മുടെ ഫുൾ പ്ലാൻ ഇന്ന് ഫ്ലോപ്പായി. നമ്മൾ വിചാരിച്ച മഴ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടാറ് മഴ. അപ്പൊ നമ്മൾ കഴിച്ചു നമുക്ക് അകത്ത് കയറി കുറച്ച് ഫുഡ് കഴിക്കാന്ന്. അപ്പൊ ഫുഡ് കഴിക്കണ സാധനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് ലാ ബൊക്കറിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇവിടുത്തെ ഫേമസ് മാർക്കറ്റ് ഉണ്ട് നമ്മുടെ ലാ റാംബ്ലയിലെ ഒരു മെയിൻ സ്ട്രീറ്റ് ആണ്. ഞാൻ ചരിത്രമൊക്കെ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞുതരാം. ഇതൊക്കെ ഒന്ന് മര്യാദയ്ക്ക് പറഞ്ഞുതരായിട്ട് ഇങ്ങനെ തുളുമ്പുന്നുണ്ട്. അപ്പൊ തൽക്കാലം ഒരു ഷോർട്ട് ഇൻട്രോ. ലാ റാംബ്ലയിലെ ലാ ബൊക്കറിയ എന്ന് പറയുന്ന ഒരു ഫുഡ് മാർക്കറ്റ് ഉണ്ട്. അവിടെ വന്ന് നമ്മൾ കഴിക്കാതിരിക്കുകയാണ്. താങ്ക് യു. ഇതൊന്നും ഇല്ലേ? എനിക്ക് കുറച്ച് റിസർച്ച് ചെയ്യണം, കാരണം ഇതൊന്നും മനസ്സിലാവുന്നില്ല. സ്റ്റാർ ഇട്ടത് എന്താ? ഡിഷസ് യു കാൺട്ട് മിസ്. ഓക്കെ, റെക്കമെൻഡഡ് ആണ്. അതെന്തായാലും പറഞ്ഞേക്കാം. ആർട്ടിച്ചോക്ക് ചിപ്സ് ഉണ്ട്. നമ്മുടെ ആർട്ടിച്ചോക്ക് നമ്മൾ ഇഡ്ഡലി ചെന്നപ്പോൾ നമ്മൾ നന്നായി കണ്ടില്ലേ, ആ ഒരു വലിയൊരു നമുക്ക് പരിചയമില്ലാത്തൊരു പച്ചക്കറി പിച്ചയിലൊക്കെ ഉണ്ടാവും. വിനെഗറിന്റെ ടേസ്റ്റ് നമുക്ക് പറ്റുമായിരിക്കും അല്ലേ? അത് രണ്ടും ഇതും പറയാം, എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ നോക്കാം അല്ലേ? ആദ്യത്തെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ആദ്യത്തെ സ്പാനിഷ് ഫുഡ് ആയിരിക്കും. ഞാൻ പായേ പോലും കഴിച്ചിട്ടില്ല. ആദ്യത്തെ സ്പാനിഷ് ബൈറ്റിന് വേണ്ടി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതെന്തിനാ ഞാൻ ഇതിലേക്കൊക്കെ മാറ്റുന്നത്? ഇത് അങ്ങ് തിന്നാ പോലെ അല്ലേ? താങ്ക് യു. നല്ല മീനിന്റെ ടേസ്റ്റ്. മീനിന്റെ ടേസ്റ്റ് ഇല്ലാതിരിക്കില്ലോ. ഐ മീൻ നമ്മുടെ പോലെ മസാല ഇട്ടിട്ടൊന്നുമല്ല, പക്ഷെ നല്ല രസമുണ്ട്. ഒരു വിനെഗർ ഫീലിങ്ങും സൂപ്പറാണ്. വെജ് ഫുഡിന് എത്ര ടേസ്റ്റോ? ഇതാണ് നമ്മൾ പറഞ്ഞ ആർട്ടിച്ചോക്ക്. ആർട്ടിച്ചോക്ക് ഞാൻ പച്ചക്കറി കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. ഒരു ഇങ്ങനത്തെ പൂ പോലത്തെ സാധനം. അത് ഫ്രൈ ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നല്ല ആൻചോവിസ് എന്ന് പറഞ്ഞ മീനാണ്. പിന്നെ ഇതാണ് സ്ക്വിഡ്, ബേബി സ്ക്വിഡ്. നമ്മുടെ കൂന്തളില്ലേ, അതിന്റെ അടിയിൽ മുട്ടയൊക്കെ ഇട്ട് ഒരു യം ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും കുഞ്ഞി സ്ക്വിഡിനെ കണ്ടപ്പോ എനിക്കൊരു വൈക്ലബ്യം ഉണ്ട്. കൊള്ളാം. ആദ്യത്തെ സ്പാനിഷ് ബൈറ്റ് അടിപൊളിയാണ്.
എനിക്ക് ആദ്യമായിട്ട് ആ പച്ച മീൻ ഇങ്ങനെ കഴിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം സെറ്റായി. പച്ചക്കറി പൊരിച്ചതിനൊക്കെ ഇത്ര ടേസ്റ്റോ. ഇതാട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ 3 അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട. പിന്നെ ഇവർ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ബ്രെഡ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിത് ഇങ്ങനെ വടിക്കും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് വേണ്ട. എനിക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, നമ്മളിതൊന്ന് കഴിച്ചു തീർക്കട്ടെ കേട്ടോ. ഭക്ഷണത്തിന്റെ ഒരു ഹെവൻ. എല്ലാം കിട്ടും, സീ ഫുഡ് കിട്ടും, പന്നി, പോത്ത് എല്ലാം കിട്ടും. മെഡിറ്ററേനിയൻ ഫുഡ്, അയല. ഇവിടെയുള്ളവർ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാബുക്കറിയിൽ കിട്ടാത്ത ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് വർത്ത് ഈറ്റിംഗ്. അത് പിന്നെ ആവശ്യമില്ലാത്ത ഐറ്റം ആയിരിക്കും, കാരണം ഇവിടെ ബാക്കി എല്ലാം കിട്ടും. ഓ, ഇവിടെ ഇല്ലാത്ത ഫ്രൂട്ട്സ് ഇല്ല. നമ്മുടെ മാംഗോസ്റ്റീൻ, സ്ട്രോബെറിയുടെ ഒക്കെ വലിപ്പം നോക്ക്. പപ്പായ, ഓ പോമഗ്രാനൈറ്റ് ഇത്ര വലിപ്പം. കുർക്കുമ മദ്രാസും കറി ലണ്ടനും, ടിക്ക മസാല, ഗരം മസാല. ഇവിടെ ഇത്ര തിരക്കാണാവോ സ്ഥിരം, അല്ലെങ്കിൽ ഇന്ന് മഴ ആയതുകൊണ്ട് എല്ലാവരും കൂടി ഇതിനകത്ത് കയറിയോ? അവന്റെ കയ്യിൽ ഒരു പാക്കറ്റ് നത്തോലി പൊരിച്ചത്. Oh baby. എൻ്റെ അച്ഛനെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അങ്ങ് സംതൃപ്തി അടയും. എൻ്റെ അച്ഛൻ്റെ ഒക്കെ സെക്കൻഡ് ഫേവറേറ്റ് പ്ലേസ് ആണ്, വീട് കഴിഞ്ഞാൽ ഫിഷ് മാർക്കറ്റ്. എങ്ങനെയുണ്ടായിരുന്നു ലാബക്കേരിയ? കൊള്ളായിരുന്നു. ഈ മസാല ഒന്നും ഇടാത്ത ടൈപ്പ് മീനാണ്. കഴിച്ച് അവസാനമാകുമ്പോൾ കുറച്ചൊന്നും അറപ്പാവുന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അറപ്പാവുന്നല്ല, അതായത് നമ്മൾ ഈ ഒരു സ്ക്വിഡൊക്കെ കുറേ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും, അതായത് ക്വാണ്ടിറ്റി കറക്റ്റ് ആയിരുന്നു, പക്ഷെ കുറേ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ ഒരു മടുപ്പ് വരില്ലേ, അപ്പൊ അതിന്റെ മഷി എല്ലാം കൂടെ ഇറങ്ങി വരുന്ന ഒരു ടേസ്റ്റ് വരും. അത് ഒഴിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതിന്റെ ലാസ്റ്റ് ആ സോൾട്ട് വാട്ടർ പോലത്തെ സാധനം എല്ലാം കൂടെ ഇറങ്ങി വരും. നമ്മൾ ഈ കടുക്ക കഴുകി കഴിയുമ്പോൾ ഒരു വെള്ളമില്ലേ, ആക്ച്വലി അതില് ബിരിയാണി ഒക്കെ ഉണ്ടാക്കി സൂപ്പറാണ്. പക്ഷെ ഇനി നമുക്ക് അടുത്ത സ്റ്റോപ്പിലേക്ക് പോവാം. നിങ്ങളൊരു ബാർസ ഫാൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി കയറേണ്ട ഒരു പിറ്റ് സ്റ്റോപ്പ് ആയിരിക്കണമല്ലോ ഇത്. എനിക്ക് പിന്നെ ഫുട്ബോളിന്റെ ABCD അറിയില്ലാത്തതുകൊണ്ട് നമ്മൾ അത് കുറച്ച് വിട്ടുപിടിച്ചു. ഈ ബാർസലോണ ഫ്ലാഗിന് ഒരു ഹിസ്റ്ററിയുടെ ഡീറ്റെയിലും കൂടെ കിടപ്പുണ്ട്. അതായത് 1930s ഈ സ്പാനിഷ് സിവിൽ വാർ കഴിഞ്ഞ സമയത്ത് ഇവരുടെ ഒരു ഡിക്റ്റേറ്ററായ ഫ്രാൻസിസ്കോ ഫ്രാങ്കോ എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ അധികാരമേറ്റു. ഈ സ്പെയിനിൽ കുറച്ച് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് കാറ്റലോണിയൻസ്. അതായത് ഈ ബാർസലോണയ്ക്കുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ കാറ്റലാൻ റീജിയനിലാണ്. അപ്പൊ ഈ കാറ്റലാനിന് അവർക്ക് ഓട്ടോണമസ് ആയിട്ട് അവരുടേതായ കൾച്ചർ ഉണ്ട്, ലാംഗ്വേജ് ഉണ്ട്, ഫുഡ് ഉണ്ട്. അപ്പൊ സ്പാനിഷ് പീപ്പിളിന് കുറച്ച് ഡിഫറെന്റ് ആണ്. അപ്പൊ അവര് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്റ്റേറ്റ് വിത്തൗട്ട് എ നേഷൻ എന്നാണ്. അപ്പൊ അവര് ഭയങ്കര ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ ഈ ഫ്രാങ്കോ വന്നപ്പോ എന്താക്കി, ഈ കാറ്റലോണിയൻ കൾച്ചർ അല്ലെങ്കിൽ കാറ്റലോണിയൻ ഫ്ലാഗ്, കാറ്റലോണിയൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബാൻ ചെയ്യാൻ തുടങ്ങി. അതായത് അവരുടെ ഫുൾ യൂസേജ് റെസ്ട്രിക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഭാഷ സംസാരിക്കാൻ പാടില്ല, കുട്ടികളെ പഠിപ്പിക്കാൻ പാടില്ല, അങ്ങനെ പലതും ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് അവർക്ക് കാറ്റലാൻ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യാനും പറ്റില്ലായിരുന്നേ. അപ്പൊ അവർ ആ കൂടെ കണ്ടുപിടിച്ചൊരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാർസലോണയുടെ ഫ്ലാഗിനകത്ത് ആ റെഡ് ആൻഡ് യെല്ലോ സ്ട്രൈപ്സ് ഇല്ലേ, അതാണ് ആക്ച്വലി കാറ്റലാൻ ഫ്ലാഗ്. അപ്പൊ അവർക്ക് കാറ്റലാൻ ഫ്ലാഗ് ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പൊ അവർക്ക് ആ കൂടെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ ബാർസലോണയുടെ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യാന്ന് പറയുന്നതാണ്. അപ്പൊ അതിന്റെ ഉള്ളിലൊരു കഷ്ണത്തിൽ കാറ്റലാൻ ഫ്ലാഗും ഉണ്ടല്ലോ. നമ്മളങ്ങനെ നമ്മുടെ സ്പെയിനിലെ അല്ലെ ബാർസലോണയിലെ ആദ്യത്തെ മോണുമെന്റ് കാണാൻ പോവാണേ. ടടാ,
നമ്മളങ്ങനെ രാവിലെ ഫസ്റ്റ് ബാർസലോണ തുടങ്ങണം എന്ന് വിചാരിച്ച ബാർസലോണ കത്തീഡ്രലിൽ ഇപ്പം ഏകദേശം വൈകുന്നേരം ആവുമ്പോൾ എത്തിയിരിക്കുകയാണ്. അപ്പോഴും മഴയൊക്കെ തന്നെയാണ് കേട്ടോ. ബാർസലോണ കത്തീഡ്രൽ എന്ന് പറയുന്നത് ഈ ഗോത്തിക് ക്വാർട്ടേഴ്സിൻ്റെ ഒരു ഹൃദയത്തിൽ ആണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയാം. സെൻറ്ററിലാണുള്ളത്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ ബാർസലോണയിൽ ലെയേഴ്സ് ഓഫ് ഹിസ്റ്ററി ആണ്. അപ്പം ആദ്യം ഒരു 1 BC അറൗണ്ട്, ഏകദേശം 2000 വർഷങ്ങൾക്ക് മുന്നേ റോമൻസ് ആയിരുന്നു ഇവിടെ. അതിനുശേഷം പിന്നെ ഒരു 15th century 16th century ഏകദേശം ഒരു 800 വർഷങ്ങൾക്കൊക്കെ മുന്നേ ഒരു ഗോത്തിക് ബാർസലോണയായി. അപ്പോൾ ആ സമയത്തൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കത്തീഡ്രലാണിത്. അപ്പോൾ അത് ചെയ്തിരിക്കുന്നത് ഗോത്തിക് ആൻഡ് നിയോ ഗോത്തിക് സ്റ്റൈലിലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ മറ്റേ സ്പൈക്സ് ഒക്കെ കണ്ടില്ല, ഒത്തിരി സ്പൈക്സ് ഒക്കെ ആയിട്ട് ഭയങ്കര ഇൻട്രിക്കേറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന വർക്കാണ് കേട്ടോ. ഈ മുകളിലുള്ള ടീംസിനെ കണ്ടോ, അവരാണ് ഗാർഗോയൽസ്. അവരാണ് ബേസിക്കലി ഈ പള്ളീനെ പ്രൊട്ടക്ട് ചെയ്യുന്നതെന്നുള്ളൊരു വിശ്വാസം. പക്ഷെ അവര് ജസ്റ്റ് പ്രൊട്ടക്ഷൻ മാത്രമല്ല, പകരം ഈ വെള്ളം ഡ്രെയിൻ ചെയ്യാനും കൂടിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇതാണല്ലേ വേർ ഡിസൈൻ മീറ്റ്സ് ഫങ്ഷണാലിറ്റി എന്ന് പറയുന്നത്. നീ മാർക്ക് ചെയ്ത് വെച്ച ഒരു സ്ഥലം കാണാൻ പോവാണ് നമ്മള്. അയ്യോ ഇപ്പൊ കുഴിക്കണം ഞാൻ. ഈ ഏരിയയിൽ കുറേ റോമൻ റൂയിൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം അതിൻ്റെ ഒരു പ്രതീകമാണ് ഈ ഭയങ്കര നാരോ ആയിട്ടുള്ള സ്ട്രീറ്റ്സ്. അതിനൊരു എക്സാമ്പിളാണ് ഈ സ്ട്രീറ്റ്. പക്ഷേ ആ ബ്രിഡ്ജ് കണ്ടോ, അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ഭയങ്കര പഴയതാണെന്ന്. പക്ഷെ അല്ല കേട്ടോ. അതൊരു 1920s ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിനിമാറ്റിക് ഫീലിങ്ങിന് വേണ്ടി ഉണ്ടാക്കി വെച്ച ബ്രിഡ്ജാണ്. ഇവിടുത്തെ ഒരു ലെജൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ബ്രിഡ്ജിൻ്റെ അടിയിൽ ഒരു സ്കള്ളുണ്ട്. ആ സ്കള്ള് നമ്മൾ നോക്കിയാൽ നമുക്ക് ബാഡ് ലക്ക് വരുമെന്നാണ്. ഞാൻ ഒന്ന് നോക്കി, രണ്ടാമതും കൂടെ ഞാൻ നോക്കുന്നില്ല. അടുത്ത 20 സെക്കൻഡിനേക്ക് ആ സ്കള്ള് കാണണ്ടെന്നുള്ളൊരു കണ്ണടച്ചോ. അതാ അടച്ചോ വേഗം അടച്ചോ. ഞാനും കണ്ടു, അല്ല ഞാൻ കണ്ടു. അപ്പൊ നിങ്ങളും കൂടെ കണ്ടോട്ടെ എന്ന് വെച്ച് കാണിച്ചതാ. നമ്മൾ ഈ റാംബ്ലയിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ കാണുന്ന ഒരു ചേർച്ചാണ് ഇത്. ഇതൊരു 17th century ഉണ്ടാക്കിയ ചേർച്ചാണ്. കംപ്ലീറ്റ് ബറോക്ക് സ്റ്റൈലിൽ ചെയ്തിട്ടുള്ളതാണ്. ഒരു ബാർസലോണയിൽ ഒരു കാലത്ത് ഒരു ബറോക്ക് സ്റ്റൈലിൽ ചെയ്തിട്ടുള്ളതിന് റെപ്രസെന്റേഷൻ ആയി തന്നെ നിന്നിരുന്ന പള്ളിയാണിത്. കുറെ പ്രാവശ്യം തീയൊക്കെ പിടിച്ച് പോയിട്ടുണ്ട്. നമുക്ക് ഈ ചേർച്ചിന്റെ ഉള്ളിലൊന്ന് കയറി നോക്കാമേ. ഈ ബറോക്ക് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂറോപ്പിൽ ഉണ്ടായിരുന്ന ഒരു ടൈപ്പ് ഓഫ് ആർക്കിടെക്ചറൽ സ്റ്റൈലാണ്. അതായത് അത് കുറച്ച് ഗ്രാൻഡ് ആയിരിക്കും, ഡെക്കറേറ്റീവ് ആയിരിക്കും, ഇങ്ങനെ ഭയങ്കര കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. ബേസിക്കലി അത് ആൾക്കാരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഒരു ഷോപ്പിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഗ്രാൻഡിയർ ആയിട്ടുള്ള ആർക്കിടെക്ചറൽ സ്റ്റൈലാണ്. നമ്മൾ വിയന്നയിലൊക്കെ പോയപ്പോൾ കണ്ടിട്ടുള്ള ഷോൺബ്രൂൺ പാലസ് ഒക്കെ ഇല്ലേ, അതുപോലെ വത്തിക്കാനിലുള്ള സെന്റ് പീറ്റേഴ്സ് ബസീലിക്ക, അതൊക്കെ ഈ ബറോക്ക് സ്റ്റൈലിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ ഒരു പള്ളിയാണ് ഇവിടെയുള്ള ഈ പള്ളി.
നമ്മളിവിടെ ബാർസലോണയിലാണ്, നെതർലൻഡ്സിൽ നിന്ന് ഇവിടെ ബാർസലോണ വന്നപ്പോ നമ്മളിവിടെ ഒരാളെ കണ്ടുപിട്ടി. ആരെന്നറിയോ? ഓഫ് കോഴ്സ് അതിലല്ല, ഒരു മിന്നായം പോലെ കണ്ടിട്ടോ. കയാക്കിംഗ് വ്ളോഗിൽ ഒരു മിന്നായം പോലെ കണ്ട ഹരിത്തിനെ. അതായത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിന്റെ ഒക്കെ ഒരു പവറേ. ഞാൻ അപ്പു ഒരു സ്റ്റോറി ഇട്ടപ്പം അത് ഞാൻ റീഷെയർ ചെയ്തു. കാരണം എനിക്ക് ഇവിടുന്ന് സ്റ്റോറി ഒക്കെ ഇടാൻ മടിയായിട്ട് ഞങ്ങൾ പിന്നെ പോയി കുറെ കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ പ്രോസസ് ചെയ്ത് ഇടാറ്. അപ്പൊ അത് കണ്ടപ്പോ ഹരിപ്പ് മെസ്സേജ് അയച്ചു, നിങ്ങൾ എവിടെയല്ല വീഡിയോ കോൾ ചെയ്തു, നിങ്ങൾ എവിടെയാ? അപ്പൊ ഞാനാണെങ്കിൽ മറ്റേ കോക്ക് വീൽ ട്രെയിനിലിരിക്കുക, മോൺസറാട്ടിലിരിക്കുക. അപ്പൊ ഞാനിങ്ങനെ ഇനി ഈ ട്രെയിനിൽ കയറിയിട്ടുണ്ട്, ഈ ട്രെയിനിലാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്റെ ബാക്ക്ഗ്രൗണ്ട് പച്ച, പക്ഷെ ഹരിത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് നീല. അപ്പൊ ഹരിത സ്റ്റോറി കണ്ടിട്ട് നമ്മൾ രണ്ടുപേരും ബാർസലോണ, നമ്മളെല്ലാരും ബാർസലോണ. നമ്മളിപ്പം പായയെ കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. ഈ പായയ്ക്കായിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ഞാൻ എക്സൈറ്റഡ് ആണ് എന്റെ ലൈഫിലെ ഫസ്റ്റ് പായയെ കഴിക്കാൻ വേണ്ടിയിട്ട്. സോ ലെറ്റ്സ് സീ. ഒരു ചെമ്പ് പായയെ വന്നിട്ടുണ്ട്, ഒരു ചെമ്പ് പായയെ. അവര് അപ്പുറത്തിരിക്കുന്ന ആൾക്കാരെ നമ്മൾ നോക്കിയിട്ട് ഇവർക്ക് ഓർഡർ ചെയ്യാൻ അറിയില്ല തോന്നുന്നു. ഈ പായയുടെ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ മിനിമം 2 പേർക്കുള്ള ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യണം. അതായത് ഇതിപ്പം ഒരു പോർഷന് 18 യൂറോ ആണെങ്കിൽ നമ്മൾ 2 പോർഷൻ ഉള്ളത് 36 യൂറോയ്ക്ക് നമ്മൾ ഓർഡർ ചെയ്താലേ പായ പറയാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഇത്ര ഓർഡർ ചെയ്തത്. അല്ലാതെ നമ്മൾ മണ്ടന്മാരായതുകൊണ്ടല്ല, നിങ്ങൾ കഴിക്കുന്നത് നമുക്ക് അബദ്ധം പറ്റിയതാണ്. അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം. ലിറ്ററലി ഒരു കടലാക്രമണം. എന്റെ പാത്രത്തിലൊരു കടല് വന്ന് വീണ പോലെയാണ് വീണത്. പണ്ട് ഞാനൊരു ഇറ്റലിയിൽ നിന്ന് ഒരു ഫുഡ് കഴിച്ചപ്പോ ഇതുപോലെ ഉണ്ടായിരുന്നു. ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് സീ ഫുഡ് ഇഷ്ടമായതുകൊണ്ട് സീ ഫുഡ് ഇഷ്ടാവാത്ത ആൾക്കാർക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം കടലാണിത്. ഈ പായയാണോ രാവിലെ കഴിച്ചാണോ? അതെ, രാവിലെ കഴിച്ചതായിരുന്നു നല്ലത്. ഇത് അത്ര പോരാ, പിന്നെ ചൂടും ഇല്ല. ആക്ച്വലി ഇവര് പറഞ്ഞു ഇത് ചൂടുണ്ടോ? ഇത് ചൂടില്ല, പക്ഷെ ഞാൻ ഉച്ചക്ക് കഴിച്ചതാ നല്ല ടേസ്റ്റ്. നമ്മള് നാളെ തിരക്കേടില്ലാത്തൊരു ഭക്ഷണം എന്നേ പറയാൻ പറ്റുള്ളൂ അല്ലെ. നല്ല ഭക്ഷണം എന്നൊന്നും പറയാൻ പറ്റില്ല. കുഴപ്പമില്ലാത്തൊരു ഭക്ഷണമൊക്കെ കഴിച്ച് ബാർസലോണയിൽ കുറെ അബദ്ധങ്ങൾ പറ്റുന്നുണ്ട് കേട്ടോ നമുക്ക്. ഒക്കെ കഴിച്ച് ഇന്നത്തെ ദിവസത്തിനോട് നമ്മൾ ഇവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറയാണ്. അപ്പം ബൈ ഫ്രം ബാർസലോണ, ഫ്രം ഹരിത് ഫോർ നൗ. ബൈ.